ഈ നൂറ്റാണ്ടിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിവാദമുണ്ടാക്കിയ ഒരു കേസാണ് ജെഫ്രി എപ്സ്റ്റൈന്റെ പേരിലുള്ള വിവാദകരമായ കേസ്. പണം, അധികാരം, രാഷ്ട്രീയ സ്വാധീനം, മനുഷ്യക്കടത്ത്, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ഇത്തരം നീചമായ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു വന്ന ഒരു കേസാണ്. ആധുനിക നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും നീചമായ ഒരു കേസുകളിൽ ഒന്നാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകമാനം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ജെഫ്രി എപ്സ്റ്റൈന്റെ വിവാദകരമായ കേസ്. അമേരിക്കൻ ഫിനാൻസറായിരുന്ന എപ്സ്റ്റൈൻ ലോകത്തിലെ തന്നെ പല രീതിയിലും സ്വാധീനമുള്ള വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖരായ ബിസിനസ്സുകാർ, വിവിധ മേഖലയിലെ സെലിബ്രിറ്റികൾ, അങ്ങനെ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പലരും അദ്ദേഹത്തിന്റെ ഈ വലയിൽ വീണുപോയിട്ടുണ്ട്. രണ്ടായിരത്തോടെയാണ് എപ്സ്റ്റൈനെതിരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികപരമായി ചൂഷണം ചെയ്തു എന്നുള്ള രീതിയിൽ പരാതി വന്നു തുടങ്ങുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് അടുത്ത കാലത്തായി എപ്സ്റ്റൈൻ ഫയലുകൾ എന്ന പേരിൽ നിരവധി രേഖകൾ പുറത്തു വന്നു. കോടതി രേഖകൾ, ഇമെയിൽ വിവരങ്ങൾ, കോണ്ടാക്ട് ലിസ്റ്റുകൾ, യാത്രാ രേഖകൾ, അങ്ങനെ തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് സമാഹാരമാണ് ഈ എപ്സ്റ്റൈൻ ഫയൽ എന്ന് പറയുന്നത്. പല പ്രമുഖരുടെ പേരുകളും ഈ ഫയലിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, ഫയലിൽ പേര് വന്നു എന്ന കാരണം കൊണ്ട് മാത്രം ആരും കുറ്റക്കാരനാവുന്നില്ല. ഇങ്ങനെ പുറത്തെത്തിയ രേഖകളിൽ ചർച്ചയായിപ്പെട്ട ഒരു കാര്യമാണ് JP മോർഗൻ എന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് എപ്സ്റ്റൈൻ അയച്ച ഇമെയിലിലെ വിവരങ്ങൾ. ആ ഇമെയിലിൽ എപ്സ്റ്റൈൻ ആ ആളോട് ആവശ്യപ്പെടുന്നത് ബാൽ എന്ന തന്റെ അക്കൗണ്ടിലേക്ക് $11,000 ഉടൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ്. ഈ പേര്, അതായത് ബാൽ എന്ന പേര്, അത് തന്നെയാണ് നിലവിലെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ച. ആളുകളിൽ പല രീതിയിലുള്ള സംശയങ്ങളാണ് ബാൽ എന്ന ഒരു പേര് ഉയർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാൽ എന്ന പേര് ഇത്ര വലിയ വിവാദമാവാൻ കാരണം, ഇത്ര വലിയ ചർച്ചയാകാൻ കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആരാണ് ബാൽ? എന്താണ് ബാലിന്റെ ജോലി? എപ്സ്റ്റൈൻ എന്തിനാണ് ബാൽ എന്ന പേര് ഉപയോഗിച്ചത്? നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നു. എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പുരാതന കാനാൻ, ഷാം നാഗരികതകളിൽ ബാൽ എന്നത് കേവലം ഒരു പേര് മാത്രമല്ലായിരുന്നു, മറിച്ച് ശക്തി, മഴ, ഫലപുഷ്ടത എന്നിവയുടെ പ്രതീകമായി ആരാധിച്ചു പോന്നിരുന്ന ഒരു പേരായിരുന്നു ബാൽ. എന്നാൽ കാലക്രമേണ ഈ ആരാധനാക്രമം പരിണമിക്കുകയും മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ വിഭാഗീയ വൈകൃതങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. പ്രധാനമായും ബാലിനെ കുറിച്ച് സംസാരിക്കുന്നത് യഹൂദ, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങളാണ്, അതായത് അബ്രഹാമിക് മതങ്ങൾ. എങ്ങനെയാണ് യഹൂദർ ബാലിനെ കാണുന്നത്? നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. യഹൂദ പാരമ്പര്യത്തിൽ പഴയ നിയമത്തിലെ ഇസ്രായേലി പ്രവാചകന്മാർ, പ്രത്യേകിച്ച് ഏലിയാസ് എന്ന ഏലിയാവ്, ആ പ്രവാചകൻ നേരിട്ട ഒരു വിഗ്രഹമായിട്ടാണ് ബാല് യഹൂദ മതത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ഈ സംഘർഷം കേവലം ഒരു ഭൗതിക പോരാട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് ഏകദൈവ വിശ്വാസവും പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന വിഗ്രഹ ആരാധനയും തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരുന്നു. ക്രൈസ്തവ മതത്തിൽ ബാൽ പരാമർശിക്കപ്പെടുന്നത് മറ്റൊരു രീതിയിലാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയതിന്റെയും ആത്മീയ മൂല്യങ്ങളും കാരുണ്യവും ഉപേക്ഷിച്ച് അധികാരത്തിനും സ്വാധീനത്തിനും വേണ്ടി മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന ശക്തിയുടെ പ്രതീകമായിരുന്നു ബാൽ. ബാലിനെ കുറിച്ച് അല്പം കൂടി വ്യക്തമായി പറയുന്നത് ഇസ്ലാം മതത്തിലാണ്. ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ അസഫാത്ത് എന്ന അധ്യായത്തിൽ 125-ാം വാക്കിലായിട്ട് പറയുന്നു, ഏറ്റവും നല്ല സ്രഷ്ടാവായ അള്ളാഹുവിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ബാലിനെ ആരാധിക്കുകയാണോ? പേരോ രൂപമോ എന്തു തന്നെയായാലും ദൈവമല്ലാത്തതിന് ആരാധന സമർപ്പിക്കുന്നതിന്റെ അന്തസത്ത ഒന്നാണെന്ന് തന്നെയാണ് ഇത് നമ്മൾ പറയുന്നത്. എന്നാൽ എല്ലാ കാലത്തും ബാൽ ആരാധനയുമായി ബന്ധപ്പെട്ട ഏറ്റവും അപകടകരമായ കാര്യം വിഗ്രഹാരാധന മാത്രമല്ല, മറിച്ച് ബാലിന്റെ അനുയായികൾ നടത്തിപ്പോന്നിരുന്ന അതിക്രൂരമായ ആചാരങ്ങളാണ്. ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി കുട്ടികളെ അടക്കം നരബലി നൽകിയിരുന്നതായി പല ചരിത്ര സ്രോതസ്സുകളിൽ നിന്നും പുരാവസ്തു പഠനങ്ങളും ഇന്നും സൂചിപ്പിക്കുന്നുണ്ട്.
നിഷ്കളങ്കത വിലയായി നൽകപ്പെടുകയും മതപരമായ ബോധമണ്ഡലത്തിൽ തിന്മയുടെയും വൈകൃതത്തിന്റെയും പ്രതീകമായി ഈ നാമം മാറുകയും ചെയ്തു. ആരാണ് ബാൽ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ബാൽ എന്നത് എന്താണോ അനീതി, ഏതാണോ അനീതി, അതിന് ചുക്കാൻ പിടിക്കുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു ശക്തി. ഏറ്റവും ചുരുക്കി പറയാവുന്നത് ബാലിനെ ഇത്തരത്തിലാണ്. ജെഫ്രി എപ്സ്റ്റൈന്റെ ദൈവം ബാലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തകളിൽ നിന്നും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ എന്ന് തന്നെയാണ്. ആരൊക്കെയാണ് ഈ ബാലിന്റെ പുറകിലുള്ളവർ? ആരൊക്കെയാണ് ഈ ഭൂമിയിലെ ബാലിന്റെ അനുയായികൾ? ജെഫ്രി എപ്സ്റ്റൈൻ എന്ന ഒരു സാമൂഹ്യ ദ്രോഹി മാത്രമാണോ ബാലിന്റെ പിറകിലുള്ളത് എന്ന് നമ്മൾ ഒട്ടും സംശയിക്കേണ്ടതില്ല. എന്തായാലും എപ്സ്റ്റൈൻ ഒറ്റക്കല്ല, അയാൾക്കട പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ബാലിന്റെ ആരാധകരായി ഒളിഞ്ഞും തെളിഞ്ഞും നമുക്കിടയിൽ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗത്തിൽ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.